Hello, welcome back. It's me from Tanzira Ritseju. Today I would like to discuss about the fifth video of management accounting for the sixth semester BCom degree Kannur University students dealing with the subject ratio analysis. അതായത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ടൂളായ ഫസ്റ്റ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, ട്രെൻഡ് അനാലിസിസ് എക്സെട്ര. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സ്റ്റേറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. ഈ മൂന്ന് മെത്തേഡ് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് റേഷ്യോ അനാലിസിസ്. ഇതും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ എന്താണ് റേഷ്യോ അനാലിസിസ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, എത്രയൊക്കെ ടൈപ്പ് റേഷ്യോസ് ഉണ്ട് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബാക്കി ഭാഗങ്ങൾ പിന്നീടുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കീപ്പ് വാച്ചിങ് ഗൈസ്. തുടങ്ങാം. So a ratio is a simple arithmetical expression of the relationship of one number to another. അതായത് ഒരു നമ്പർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു അരിത്മെറ്റിക്കൽ എക്സ്പ്രഷനാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് an expression which depict the relationship between two or more numbers. രണ്ടോ അതിൽ കൂടുതലോ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള റേഷ്യോ ഏതൊക്കെ ടൈപ്സ് ഉണ്ട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ടൂൾസായിട്ട്. അപ്പോൾ റേഷ്യോ അനാലിസിസ് ഇസ് എ ടെക്നിക് ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. It is a process of establishing a relationship and interpreting the results of items in the financial statements for better decision. അപ്പോൾ one of the important tool of financial statement analysis is that ratio analysis. Then what do you mean by ratio analysis? Ratio analysis is a process of establishing the relationship ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് ഐറ്റംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അരിത്മെറ്റിക്കൽ എക്സ്പ്രഷനാണ് റേഷ്യോ. അതുകൊണ്ട് തന്നെ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതുവഴി അതിൻ്റെ റിസൾട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ് റേഷ്യോ അനാലിസിസ്. സോ ഫോർ വാട്ട് purpose we are establishing the different items contained in the financial statement. We are establishing the relationship of different items contained in the financial statements in order to take a better management decision. അപ്പോൾ ഇതിൻ്റെ എല്ലാം അതായത് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ട്രെൻഡ് അനാലിസിസ് ആയിക്കോട്ടെ, റേഷ്യോ അനാലിസിസ് ആയിക്കോട്ടെ, ഏത് തന്നെ ടൂളായാലും ഇതിൻ്റെ റീസൺ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ടേക്ക് എ ബെറ്റർ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മീനിങ് അബൌട്ട് ദ റേഷ്യോ അനാലിസിസ്. ദെൻ നെക്സ്റ്റ് ഐ മൂവ് ടു ദ അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓഫ് റേഷ്യോ അനാലിസിസ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് ലെവലിൽ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ information provided in the financial statement is not an end in itself and no meaning conclusions can be drawn from these statements alone. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഐറ്റംസ് കൊണ്ട് മാത്രം നമുക്ക് വലിയൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Ratio analysis may make the use of making decisions from the information provided in the financial statements. The next uses or advantage എന്ന് പറഞ്ഞാൽ helps in financial forecasting and planning. അതായത് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എത്രമാത്രം ഫണ്ട്സാണ് ഭാവിയിൽ അത്യാവശ്യമായിട്ടുള്ളത്, എത്രമാത്രം ഫണ്ട്സാണ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ലോങ് ടേം ഡിസിഷൻസാണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേഷ്യോ അനാലിസിസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ അനാലിസിസ് ഈസ് ഓഫ് ദ മച്ച് ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. That is planning is looking ahead
and the ratios are calculated for the number of years worked as a guide for the future. അതായത് മീനിങ് ആയിട്ടൊരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ നമ്മൾ പാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് ഉണ്ടാക്കിയ റേഷ്യോസ് എടുത്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ്. റേഷ്യോ അനാലിസിസിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾക്ക് ഇതിലൂടെ സ്റ്റാൻഡേർഡ്സൊക്കെ, അതായത് സ്റ്റാൻഡേർഡ് റേഷ്യോസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് റേഷ്യോ ആണെങ്കിൽ 2:1 ആണ്, ക്വിക്ക് റേഷ്യോ ആണെങ്കിൽ 1:1 ആണ്. ഇങ്ങനെ സ്റ്റാൻഡേർഡ് റേഷ്യോ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ആക്ച്വൽ റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ആക്ച്വൽ റേഷ്യോ സ്റ്റാൻഡേർഡ് റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം എത്ര കണ്ട് കുറവാണ് നമ്മൾ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ സ്റ്റാൻഡേർഡ് റേഷ്യോനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കുറയാനുള്ള റീസൺ എന്താണ്, അപ്പോൾ റീസൺ നമ്മൾ കൺട്രോളബിൾ വരുന്നതാണോ അല്ലയോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്താൻ നമുക്ക് റേഷ്യോ അനാലിസിസിലൂടെ പറ്റുന്നത് കൊണ്ട്, ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഇത് കൺട്രോളിങ്ങിനോട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോസ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ദാറ്റ് ഈസ് better communication of efficiency and weakness of an enterprises results in better coordination in the enterprises. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ത്രെഡ്സ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ലോവർ ലെവൽ എംപ്ലോയീസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനും റേഷ്യോ അനാലിസിസ് നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഫോർ ടാക്സ് ഓഡിറ്റ് റിക്വയർമെൻറ്റ്സ്. ഗവൺമെൻറ് ലെവലിൽ ടാക്സ് തീരുമാനിക്കാൻ, ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് റേഷ്യോസ് ഉപയോഗിക്കുന്നുണ്ട്. Then next I move to discuss about what are the drawbacks or limitations or disadvantages of ratio analysis. Then next one, lack of adequate standard. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് റേഷ്യോൻ്റെ കേസിൽ റൂൾ ഓഫ് തമ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അതായത് 2 അസറ്റ് ഉണ്ടാകുമ്പോൾ 1 ലാബിലിറ്റി ഉണ്ടാവണം എന്നാണ്. അതുപോലെ ക്വിക്ക് റേഷ്യോ ആണെങ്കിൽ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലാബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ലാത്ത മറ്റുള്ള റേഷ്യോസിൻ്റെ കേസിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഒരു ആഡിക്വേറ്റ് റേഷ്യോ, ഇത്ര പെർസെൻറ്റേജ് അസറ്റ് വേണം, ഇത്ര പെർസെൻറ്റേജ് ലാബിലിറ്റി വേണം എന്നൊരു ക്ലിയർ കട്ട് ആഡിക്വേറ്റുള്ള റേഷ്യോൻ്റെ അഭാവം നമ്മൾക്ക് എന്താകുന്നുണ്ട്, ഒരു ലിമിറ്റേഷനായി മാറുന്നുണ്ട്. അപ്പോൾ there are no well accepted standards or rules of thumb for all the ratios which can be accepted. അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ചേഞ്ച് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയർ മേക്സ് ദ അനാലിസിസ് ഓഫ് റേഷ്യോ മിസ്ലീഡിങ്. അതായത് അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് വെരി ഓഫൺലി നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ അല്ലെങ്കിൽ വാല്യൂഷൻ ഓഫ് ഇൻവെൻട്രീസിൽ ലിഫോ മെത്തേഡൊക്കെ ഇങ്ങനെ കൂടെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് അക്കൗണ്ടിങ് പ്രൊസീജിയർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ഉപയോഗിച്ചുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മേ ബി മിസ്ലീഡിങ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, വിൻഡോ ഡ്രസ്സിങ്. അപ്പോൾ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ financial statement can be easily window dressed to present a better picture of its financial and profitability position to the outsiders. അത് നമ്മൾ യഥാർത്ഥ കമ്പനീൻ്റെ പൊസിഷൻ നമ്മൾക്ക് മനസ്സിലാവില്ല. അതൊരു കെട്ടിച്ചമച്ച കഥയിലൂടെയുള്ള അസറ്റ്സ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻസാണ് ഔട്ട്സൈഡേഴ്സിന് റിവീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വിൻഡോ ഡ്രസ്സിങ് ആണ്. അതായത് ഹെൻസ് വൺ ഹാസ് ടു ബി വെരി കെയർഫുൾ ഇൻ മേക്കിംഗ് എ ഡിസിഷൻ ഫ്രം ദ റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം സച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. And it may be very difficult for an outsider to know about the window dressing made by him. അതായത് ഒരു ഔട്ട്സൈഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം ഇതിൻ്റെ അകത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്സൈഡേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു വിൻഡോ ഡ്രസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മേ ബി ചിത്രീകരിച്ചേക്കാം. ദ നെക്സ്റ്റ്, പേഴ്സണൽ ബയാസ്. അതായത് ഡിഫറെൻറ്റ് റേഷ്യോസ് ഉണ്ട്, ഇത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഓരോരുടെ വ്യക്തിപരമായ ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കാരണം ദർ മേ ബി സം പേഴ്സണൽ ബയാസ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് ഇൻഫ്ലേഷൻ പോലെയുള്ള സിറ്റുവേഷനിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ വൈൽ മേക്കിംഗ് റേഷ്യോ അനാലിസിസ് നോ കൺസിഡറേഷൻ ഈസ് മെയ്ഡ് ടു ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽസ് ആൻഡ് ദിസ് മേക്സ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റേഷ്യോസ് ഇൻവാലിഡ്. അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ റേഷ്യോസിൽ കണക്കൂട്ടാൻ പാടില്ല. അങ്ങനെ കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷൻ ഇൻവാലിഡ് ആവും. അപ്പോൾ these are the some of the drawbacks or limitations of ratio analysis. I hope you all are understood with my explanation. If you have doubt, please ask me frankly through comment box. I will be with you always for clearing your doubts.
Then next I want to discuss about the classification of ratios. The ratios are mainly classified into three categories as I seen in the picture. That is, first one balance sheet ratio, second one profit and loss account ratio, third one mixed ratio. അപ്പോൾ ബാലൻസ് ഷീറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ കണ്ടൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ കണ്ടൻസ് ഇൻ ദ സെൻസ് അസറ്റ് സൈഡിലെ അസറ്റ്സും ലയബിലിറ്റീസ് സൈഡിലെ ലയബിലിറ്റീസും യൂസ് ചെയ്തിട്ടുള്ള റേഷ്യോ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള റേഷ്യോ. അതായത് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന റേഷ്യോ. ദെൻ മിക്സഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കുറച്ച് ബാലൻസ് ഷീറ്റിൽ നിന്നും മിക്സഡായിട്ട് വരുന്ന റേഷ്യോ ആണ് മിക്സഡ് റേഷ്യോ. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ബാലൻസ് ഷീറ്റ് റേഷ്യോ? ഒന്ന് കറണ്ട് റേഷ്യോ, രണ്ടാമത്തത് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ദെൻ നെക്സ്റ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ദെൻ പ്രൊപ്രൈറ്ററി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോയിൽ വരുന്ന GP റേഷ്യോ, NP റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സെട്ര. ദെൻ മിക്സഡ് റേഷ്യോ, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടിൻ്റെ കണ്ടൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ITR, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ DTR, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ FTR, then working capital turnover ratio, then return on investment, return on capital employed, then price earning ratio. So these are the major important ratios which are coming under the three broad classification, that is balance sheet ratio, profit and loss account ratio and mixed ratio. Then next നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബാലൻസ് ഷീറ്റ് റേഷ്യോയിൽ വരുന്ന കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ. So first coming under balance sheet ratio, that is current ratio, it is otherwise known as working capital ratio. Why current ratio is otherwise known as working capital ratio? Because current ratio is the relationship between current assets and current liabilities. You know that current assets and current liabilities. So working capital is nothing but the differences between current assets and current liabilities. So that is why current ratio is otherwise known as working capital ratio. Then what do you mean by current ratio? Current ratio is the relationship between current assets and current liabilities, and this ratio is used to know the short term financial position or liquidity of a firm. So why we are using current ratio, then why we are calculating current ratio? Current ratio is used to know the short term financial position of the business. What do you mean by current ratio and what are the uses of current ratio? Current ratio is the relationship between current assets and current liabilities, and it is used to know the short term financial position of the business. Clear? Then what will be the formula of calculating current ratio? So current ratio is equal to current assets divided by current liabilities. എന്താണ് current assetsനെ current liabilitiesനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ആണ് current ratio. But there must be a standard ratio for current ratio, that is the minimum of 2:1 is referred to as bankers rule of thumb or standard ratio. So standard ratio എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ 2:1 എന്ന ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് മാത്രമേ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ദ ബിസിനസ് ഹാസ് ദ എബിലിറ്റി ടു പേ ഓൾ ദ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഓഫ് ദ ബിസിനസ് ആസ് ആൻഡ് വെൻ നീഡഡ്. എപ്പോഴാണോ നമുക്ക് ആവശ്യമേ വരുന്ന ആ സമയത്ത് നമ്മൾക്ക് ഈ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിസിനസ്സിന് ഉണ്ടാവണമെങ്കിൽ ദർ മസ്റ്റ് ബി എ സ്റ്റാൻഡേർഡ് റേഷ്യോ ഓഫ് 2:1 വേണം. എന്താണ് ഈ കറണ്ട് റേഷ്യോൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ദ ഹയർ ദ റേഷ്യോ ഓഫ് കറണ്ട് ദ ഫേം ഈസ് ലിക്വിഡ് ആൻഡ് ഹാസ് ദ എബിലിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ഓബ്ലിഗേഷൻസ് ഇൻ ടൈം ആസ് ആൻഡ് വെൻ ദേ ബിക്കെയിം ഡ്യൂ. എപ്പോഴാണോ ഡ്യൂ ആകുന്നത് അപ്പം അത് പേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബിസിനസ്സിന് ഉണ്ട് എന്നതാണ് ഹൈ കറണ്ട് റേഷ്യോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓൺ ദ അതർ ഹാൻഡ് എ റിലേറ്റീവ്ലി ലോ കറണ്ട് റേഷ്യോ റെപ്രസെൻറ്റ്സ് ദാറ്റ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ ഫേം ഈസ് നോട്ട് ഗുഡ് ആൻഡ് ദ ഫേം ഷാൽ നോട്ട് ബി ഏബിൾ ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് വിതൗട്ട് ഫേസിങ് മച്ച് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് കൂടാണ്ട് എല്ലാ കറണ്ട് ലയബിലിറ്റീസും മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബിസിനസ്സിന് ഇല്ലാണ്ടായി പോകും. എപ്പം വെൻ ദ ബിസിനസ് ഹാസ് എ ലോ കറണ്ട് റേഷ്യോ, അതായത് 2:1 താഴ്ന്ന സമയത്ത് ഉള്ള പൊസിഷൻ അങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ. So please listen the question carefully, and how will you calculate the current ratio by using the this question.
Listen the question carefully. Calculate the current ratio from the following information. That is inventory 60,000, sundry creditors 20,000, bills payable 15,000, cash 20,000, other current assets that is prepaid expenses 10,000, land and building 1 lakh, goodwill 50,000, sundry debtors 70,000. Then bills receivables 3,000, outstanding expenses 7,000, bank overdraft 25,000, then debentures 75,000, short term provision 18,000. So these are the items given in the question. So how will you calculate current ratio? By using these items. So current ratio formula current assets divided by current liabilities. Now this question current assets first item inventory, it is coming under current asset. Then creditors verilla, bills payable verilla, cash verum. Appo inventory ai, cash ai. Then other fixed other current asset prepaid expense verum. Then land and building verilla. Goodwill illa, debtors verum 70,000. Then bills receivable verum adinte amount 30,000. Then outstanding expense verilla, bank OD verilla, debentures verilla, provisions verilla. Appo ee thanna information prakaram current asset veruna group 60,000 inventory, then adupole thanne cash 20,000, other current asset 10,000, debtors 70,000, bills receivable 30,000. ഇത്രയും amount add back ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ കിട്ടും 1,90,000. ഈ കറണ്ട് അസറ്റിനെ ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? കറണ്ട് ലയബിലിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ടെമ്പററി ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. പെർമനൻറ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരും. ദെൻ അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് വരും 20,000. ദെൻ അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത്. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻസ് വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ പറയുകയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീൻ്റെ ടോട്ടൽ പറയുകയാണെങ്കിൽ 85,000 വരും. ദാറ്റ് ഇസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 25,000 പ്ലസ് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വരുന്നിട്ടുള്ളത് 20,000 പ്ലസ് ബിൽസ് പേയബിൾ 15,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 7,000 പ്ലസ് ദെൻ അതുപോലെ തന്നെ short term provisions 18,000. So total together 85,000. So what will be its current ratio? Current ratio is equal to current assets divided by current liability, that's equal to 1,90,000 divided by 85,000, that's equal to 2.24. So its current ratio is 2.24. Listen. So then next question. Next ratio, liquid ratio or quick ratio or acid test ratio. എന്താണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയാം, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ റേഷ്യോ? ഇറ്റ് ഈസ് എ മോർ റിഗറസ് ടെസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ദാൻ കറണ്ട് റേഷ്യോ. ക്വിക്ക് റേഷ്യോ മേ ബി ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വിക്ക് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസെറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേഷ്യോ അനാലിസിസിലെ ബാലൻസ് ഷീറ്റ് റേഷ്യോസിലെ രണ്ടാമത്തെ ഐറ്റാണ് ലിക്വിഡിറ്റി റേഷ്യോ, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ, അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ കറണ്ട് റേഷ്യോനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വിക്ക് റേഷ്യോ കറണ്ട് റേഷ്യോനേക്കാളും കുറച്ചും കൂടി വേഗത്തിൽ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഓബ്ലിഗേഷൻസ് കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് ദ കമ്പനി ഈസ് ഏബിൾ ടു പേ ഓഫ് ഓൾ ദ കറണ്ട് ലയബിലിറ്റീസ് ആസ് ആൻഡ് വെൻ ദേ ബിക്കം ഡ്യൂ ദാൻ ദ കറണ്ട് ലയബിലിറ്റീസ്. അതായത് ക്വിക്ക് ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റീസ് ഈ റേഷ്യോൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ മോർ റിഗറസ് റേഷ്യോ എന്ന് പറയാൻ കാരണം. സോ വാട്ട് വിൽ ബി, ഹൗ വിൽ ബി കാൽക്കുലേറ്റഡ് ദ ക്വിക്ക് റേഷ്യോ? സോ ക്വിക്ക് റേഷ്യോ ഓർ ലിക്വിഡ് റേഷ്യോ or acid test ratio is equal to quick asset divided by current liability. അല്ലെങ്കിൽ ക്വിക്ക് അസറ്റിനെ അല്ലെങ്കിൽ നമുക്കെന്ന് പറയാം ലിക്വിഡ് അസറ്റ് എന്ന് പറയാം, ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കറണ്ട് റേഷ്യോ ആയാലും ക്വിക്ക് റേഷ്യോ ആയാലും സെയിം തന്നെയാണ്. മുകളിലെ ഡിനോമിനേറ്റർ മാത്രമേ വരുന്നുള്ളൂ, ഡിഫറൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ മുകളിലത്തെ റേഷ്യോ പ്രകാരം കറണ്ട് അസറ്റാണ്, ഇവിടുത്തെ റേഷ്യോ പ്രകാരം ക്വിക്ക് അസറ്റാണ് ന്യൂമറേറ്റർ വരുന്നത്. അപ്പോൾ എന്താണ് ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റും ക്വിക്ക് അസറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രീൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെയും എമൗണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ
its formula will be quick asset or liquid asset is equal to quick ratio divided by current liabilities അല്ലെങ്കിൽ quick asset divided by current liability. അപ്പോൾ ഇവിടുത്തെ quick asset എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെൻട്രീസും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്യണം. സോ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ട്. ജനറലി ക്വിക്ക് റേഷ്യോ 1:1 ഈസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി. അതായത് 1:1 ഇൻ ദ സെൻസ് ദാറ്റ് ക്വിക്ക് അസറ്റ് ഒന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രമേ കറണ്ട് ലയബിലിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ട് ഈക്വൽ പ്രൊപ്പോർഷനാണ്. അതാണ് സാറ്റിസ്ഫാക്ടറി റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു പ്രോബ്ലം ഇല്ലസ്ട്രേഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ വിത്ത് ദ ചാനൽ. So listen the question carefully. How to calculate the value of quick ratio from the following data. Calculate quick ratio from the following data. We have bank loan 1 lakh rupees, sundry creditors 1,50,000, bills payable 20,000, creditors for expenses 10,000, 6% debentures 2 lakh. Then plant and machinery 3 lakh, stock 1,35,000, sundry debtors inner column 72,000. From this deduct the provision 2,000. Then outer column 70,000, cash 15,000, bank 1,10,000, short term investment 1,50,000, prepaid insurance 5,000. So these are the items in the questions. By using these items, how will you derive the value of quick ratio? So in order to calculate quick ratio, we need to know what are the quick assets and what are the current liabilities. So in my earlier explanation, quick asset is equal to current assets minus stock and prepaid expenses. So what are the quick assets here? Here quick assets is equal to debtors worth rupees 70,000, then cash worth rupees 20,000, then bank worth rupees 1,10,000, then short term investment worth rupees 1,50,000. So please add this amount together, that is 70,000 plus 15,000 plus 1,10,000 plus 140,000. The total of quick assets will be 3,45,000. സോ ഈ ക്വിക്ക് അസറ്റിൻ്റെ ടോട്ടലിനെ കറണ്ട് ലാബിലിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കറണ്ട് ലാബിലിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ഉൾപ്പെടും, അതുപോലെ ബിൽസ് പേയബിൾ ഉൾപ്പെടും, ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്. ഈ 3 ഐറ്റംസാണ് ഉൾപ്പെടുന്നത്. ദാറ്റ് ഈസ് 70,000 കറണ്ട് ലാബിലിറ്റി ഈസ് ഈക്വൽ ടു 1,50,000 പ്ലസ് 20,000 പ്ലസ് ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ് ആയ 10,000. സോ ഇത്രയും എമൗണ്ട് ആഡ് ബാക്ക് ചെയ്തതിനാൽ കറണ്ട് ലാബിലിറ്റീൻ്റെ ടോട്ടൽ 1,80,000 കിട്ടും. സോ ഈ ക്വിക്ക് അസറ്റായ 3,45,000നെ കറണ്ട് ലാബിലിറ്റിയായ 1,80,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു 1.916. സോ ഈ 1.916 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വിക്ക് റേഷ്യോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ക്വിക്ക് അസറ്റാണ്, അല്ലാണ്ട് എന്തല്ല കറണ്ട് അസറ്റ് അല്ല, അത് ശ്രദ്ധിക്കുക. ദെൻ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് അസറ്റ് കിട്ടും. ആ ക്വിക്ക് അസറ്റിനെ നമ്മൾ കറണ്ട് ലാബിലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും? ക്വിക്ക് റേഷ്യോ കിട്ടും. സോ ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ വിത്ത് മൈ എക്സ്പ്ലനേഷൻ. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ മൈ ചാനൽ ടു സം അതർ പേഴ്സൺസ്. സോ ഐ വിൽ ബി always with you. Thank you.